അമൃത എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. നമുക്ക് ജഡ്ജസിലേക്ക് കിടക്കാം. വിദ്യാധര മാസ്റ്റർ. അമൃത നന്നായി, താങ്ക് യു സർ. നന്നായി പാടി. വെരി ഗുഡ്. എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ ഇപ്പോഴും പറയാണ്. ഈ ശ്രുതി കാര്യങ്ങൾ എപ്പോഴും പറയുന്നത് ശരിയല്ലാന്ന് തോന്നുന്നു, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തില്ല. ചില പോർഷനൊക്കെ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം പാടിയപ്പോഴേ നിസ്സാരമായ കാര്യങ്ങളാണ് അതൊക്കെ. അതിൽ കൃത്യമായിട്ട് ഓരോ പോർഷനും നമ്മൾ പാടുമ്പോൾ ആ ശ്രുതിയുടെ ഏതെങ്കിലും നോട്ട് നിൽക്കുമ്പോൾ അത് ശ്രുതിയിലാകുക, ശ്രുതി ചേർന്ന് തന്നെ നിൽക്കണം, അത് ശ്രദ്ധിക്കാം. ഇപ്പോൾ 2-3 ഇടങ്ങൾ അങ്ങനെ ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്. അതിന് മേലിൽ ടോട്ടൽ നന്നായി, കുഴപ്പമില്ല, അത് ശ്രദ്ധിക്കുക ഇനി മേലിലും കേട്ടോ. താങ്ക് യു വെരി മച്ച് മാസ്റ്റർ. ശരത് സർ. നന്നായി മോളെ. പിന്നെ പല്ലവിയില് മോള് പല്ലവിയുടെ എൻഡ് ഉണ്ടല്ലോ, അതെന്താണ് ഇതെല്ലാം ഇതൊരു പോർഷൻ വരുമല്ലോ, ഇളവയിലാണോ അത്, അതോ നല്ല ചൂടുവെയിലാണോ? എന്താണ് പാടണ്ട മോളെ, പറഞ്ഞാ മതി. എന്റെ ഒരു ഇളവാതിലാണല്ലേ? ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, ഓക്കെ, ചന്ദമാമ. ഓക്കെ, ഓക്കെ. അത് കുറച്ച് ശ്രുതി കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ മോളെ, ലൈറ്റ് ചെറിയ പ്രശ്നം. അവിടുത്തെ ഞെട്ടാൻ വേണ്ടി ഒന്നുമില്ല ഇപ്രാവശ്യം. ഞാൻ അവിടുത്തെ കാണുമ്പോൾ പേടിച്ചിരിക്കുകയായിരുന്നു പിച്ചിങ് പ്രോൺ വരുമെന്ന്. ഇപ്രാവശ്യം അത് വലുതായിട്ട് സംഭവിച്ചിട്ടില്ല. പിന്നെ കിക്കിളി ഇത് ഞാൻ എനിക്ക് സെക്കൻഡ് ചരണത്തിൽ അതെല്ലാം കൊണ്ടിട്ട് ആട്ടിയിട്ട് അവിടത്തേക്ക് ഒരു പ്രശ്നം വന്നില്ല. എനിക്ക് തന്നെ തുമ്മൽ വന്നു. അത് കുറച്ച് ദൂരെ പിടിച്ചാട്ടം വന്നു, അത് പൊടിയും. ഇവിടെ ചെവിയോടെ അടുത്തുകൊണ്ടിട്ട് ഞാൻ വെച്ച് ഇപ്പം ചിരിക്കുമെന്ന് അമൃത പാട്ട് നിർത്തിയിട്ട്. അത് നോക്കണം കേട്ടോ അമൃത. പിന്നെ കവിത എന്താണ് ഉണ്ടായിരുന്നത് അതിൽ? കവിത എന്നൊരു ലൈനില് അത് കുറച്ച് ശ്രുതി, പിന്നെ തുണ്ടുമല്ലേ. പിന്നെ നിൽക്കും വളരെ കുറച്ച് ഷാർപ്പായിരുന്നു സെക്കൻഡ് ചരണത്തിൽ. പിന്നെ മായ. ഓക്കെ, പിന്നെ ലാസ്റ്റ് പല്ലവിയിൽ കോണിൽ കുറച്ച് ശ്രുതി ചെയ്തെത്ര ഞാൻ പാടി കിടന്ന് ചാടി പാടിയതിനകത്തുള്ള ചില പ്രശ്നങ്ങളാണ്. പിന്നെ മോൾ അവസാനം ആ വോക്ക് ഓർഡർ പ്രോസസ് ചെയ്തേക്കുന്നതിന്റെ മേളിൽ കൂടെ കയറി പാടിപ്പോയോ? അവസാനം വോക്ക് ഓർഡർ പാടുന്നുണ്ടല്ലോ, അത് പാടട്ടെ, അത് മെനക്കെട്ട് പ്രോസസ് ചെയ്തേക്കല്ലേ. പിന്നെ വെരി എൻഡ് ലാസ്റ്റ് നോട്ട് അത് മോള് ഷാർപ്പായിരുന്നു നിർത്തിയത്. അത് ഡിലേയും കൂടെ ഉള്ളതുകൊണ്ട് ഷാർപ്പ് എടുത്ത് കാണിച്ച് ജനങ്ങൾക്ക് മുഴുവൻ, ലോകം മുഴുവൻ ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കും എന്നാ തിന്നി എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് മോളെ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ പ്രശ്നം കേട്ടോ. എനിക്കിഷ്ടമായി അമൃതയുടെ കോസ്റ്റ്യൂമും ടോട്ടലി മൂക്കി പൊടി കയറ്റിയാലും നന്നായിരുന്നു. താങ്ക് യു ശരത് സർ. ശ്രീയേട്ടൻ. അമൃത അടിച്ചു പൊളിച്ചു, വെരി ഗുഡ്, നന്നായിരുന്നു. നല്ലൊരു മൂഡുണ്ടായിരുന്നു, നല്ല പവർഫുൾ വോയിസ് ആണ് അമൃതയുടെ. അത് കാരണം ഈ ഉള്ള തെറ്റുകളൊക്കെ വളരെ വൃത്തിയായിട്ട് അറിയും. അതുപോലെ തന്നെ ഇതുണ്ടല്ലോ, നമ്മുടെ ചരണത്തിൽ വരുന്ന 2 സ്ഥലങ്ങളും ശ്രുതി പോയിട്ടുണ്ടായിരുന്നു. കവിതയുമായി പാടും, കവിതയുമായി നിൽക്കും. അനുപല്ലവിലും ചരണത്തിലും വരുന്ന ആ സെയിം സ്ഥലം, അവിടെ ശ്രുതി കുറച്ച് പോയിരുന്നു. മാത്രമല്ല, പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് പെർഫോമൻസും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങൾ മാർക്കിടുന്നത്, അറിയാമല്ലോ. അപ്പൊ വളരെ ലൈറ്റായിട്ടുള്ള ടച്ചസ് മാത്രമേ കാണിച്ചുള്ളൂ. പിള്ളേർ ഈ കിലുക്കാൻപെട്ടി ചെവിയിൽ കൊണ്ടിട്ട് കിലുക്കി പൊടിയെല്ലാം പറത്തി മൂക്കി കൂടെ കയറി. ഇപ്പം ഞാൻ വിചാരിച്ചു തുമ്മുമെന്ന് വിചാരിച്ചു. അപ്പൊ അത് ദൈവാധനം കൊണ്ട് അത് സംഭവിച്ചില്ല. പക്ഷെ മൂവ്മെന്റ്സ് കുറച്ചുകൂടെ ഗ്രേസ്ഫുൾ ആകായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു പിന്നെ പറഞ്ഞതെന്ന് കാണുമല്ലോ. ആരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ, ഞാൻ അത്രയും വേണ്ടെന്ന് വിചാരിച്ചു കൺട്രോൾ ചെയ്തു. ആർക്ക് വേണ്ടി വേണ്ടെന്ന് വിചാരിച്ചു? സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിച്ചു വേണ്ടതല്ലേ? അല്ല, അങ്ങനെയല്ല സർ. പാട്ട് പോകുമെന്നുള്ള പേടിയാണോ? ഓക്കെ, എന്തായാലും പാട്ട് നന്നായിരുന്നു. പെർഫോമൻസ് അല്ലേ? ഓക്കെ, പാട്ട് വെരി ഗുഡ്, നന്നായിരുന്നു. താങ്ക് യു ശ്വേത. ദീദി. Amrita, lovely voice today and good performance. Rumba nannarthu performance. Nalla expression undairunnu. The Pallavi, there was, I don't know the word, irivai or ilavai, I don't know, that was a little bit flat. Apram first charanathile mukham and in between couple of words, I'm not sure of the words, but there were couple of out of pitch notes. And in the last charanam, Nilkum and Maya, both I had also written. When you came back to the Pallavi, appo enikku konjam I felt it was little off. But today, I felt that the all-round performance was nice, but not yours. I felt you didn't do normal. You
perform at least a little more than this. Just like Srikutan said, I felt... Actually, when I practiced that notes, in Anupallavi and Charanam, so when I danced, I felt that it's not hitting correctly. Okay. So I thought... That's shari. No, but it's always better to sacrifice the performance for the song instead of the other way. That is okay, no problem. Thank you, judges. Okay, Amrita, namukini marks like edagam. Ariala, 25 into 4 ana. So total 100. Start with Didi. Didi, out of 25, etra marks ana? 18. 18 out of 25. Shriyata, out of 25, 25. 19. 19. Sharat sir, 25. Reverse 9-1. 19. 119. Vidyadharan sir, 25. 18. 18. അപ്പം 2 18, 2 19, ടോട്ടൽ 74. 74 മാർക്സ് ആണ് നമ്മുടെ ജഡ്ജസ് അമൃതയുടെ മലയാളം ഡാൻസ് ഹിറ്റ്സ് റൗണ്ട് നൽകിയിരിക്കുന്നത്. അമൃത, ശ്രുതി റൗണ്ട് കഴിഞ്ഞല്ലോ, അതിലെത്ര മാർക്സ്? സോ 70 ശ്രുതി റൗണ്ടില്, 74 മലയാളം ഡാൻസ് ഹിറ്റ്സ് റൗണ്ട്. അങ്കിൾ, ഈ 2 മാർക്സും ഇതുവരെ സെമി ഫൈനൽസ് റൗണ്ടിൽ അമൃതയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഈ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോഴത്തെ പെർഫോമൻസ്? വിചാരിച്ച പോലെ പാടാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ലാതെ പാട്ട്. 70 എന്തായാലും സെമി ഫൈനൽസ് വരെ എത്തിയില്ലേ, അപ്പൊ ഇനിയും ട്രൈ ചെയ്യണം. Absolutely. Thank you so much, Uncle. Okay, 2 rounds ബാക്കിയുണ്ട്. I hope everything goes well. Amrita Suresh 74 മാർക്സിന് മലയാളം ഡാൻസ് ഹിറ്റ്സ് റൗണ്ട്.